ഈ രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി പോകുന്നത് വേറെ എങ്ങോട്ടുള്ള നമ്മളെ ചിന്നുനെ നിക്കാഹിന് പോവുകയാണ് ഗൈസ്. വയനാട്ടിൽ പോവുകയാണ്. എല്ലാവരും നല്ല പുതിയ ഡ്രസ്സിലിട്ട് നല്ല കുട്ടപ്പ് നല്ല ശുണ്ടൊരു കുട്ടികളായിട്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ച് പുറപ്പെടാണ്. ഏതൊരു ചുരത്തിലും വണ്ടി സൈഡേക്ക് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ചായ കുടിച്ച് കഥയെല്ലാം പറഞ്ഞ് അങ്ങനത്തെ വ്യൂവും കാര്യങ്ങളും കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അവിടെ നിന്ന് ക്ലിക്കി. ഞാനൊന്ന് മാറുന്നപ്പോൾ എന്നെ കുറിച്ച് കുറ്റം പറയാൻ രണ്ട് ആൾക്കാരെ കണ്ടില്ല നിങ്ങൾ. അങ്ങനെ നിന്ന് ചായ കുടിച്ച് മടുത്തപ്പോൾ കുറച്ച് ഇരുന്ന് ചായ കുടിച്ചു. അങ്ങനെ ചായ കുടി പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം അങ്ങനെ മേക്കപ്പ് പരിപാടിയൊക്കെ നമ്മൾ കാറിൽ തന്നെ കഴിച്ചു. അങ്ങനെ നമ്മൾ വയനാടിന്റെ കവാടം പ്രവേശിക്കുകയാണ് ഗായ്സ്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ബ്രൈഡിന്റെ വീട്ടിലെത്തി. ദിസ് ഇസ് അവർ ബ്രൈഡ് റീന മിസ്രിയല്ല ഇത്രയും നേരം ഞാൻ പറഞ്ഞ ചിന്നു. അങ്ങനെ ചിന്നുവിന്റെ റിലേറ്റീവ്സിനൊക്കെ പരിചയപ്പെട്ട് അവർ നമ്മളെ വേഗം ചായ കുടിക്കാൻ വേണ്ടി കൊണ്ട് വയനാടത്തെ ചായ, വയനാടത്തെ ചുവമേനും, വയനാടത്തെ ചിന്നു, അങ്ങനെ ഫുൾ ഒരു വയനാട് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ വയനാടത്തെ സുവിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് മേക്കപ്പ് ചെയ്യാൻ സമയം, ഓക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ സമയം, നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഫോട്ടോഷൂട്ടിന് പോകാൻ സമയമായി. ആൻഡ് ദിസ് ഈസ് ഹർ ഫൈനൽ മേക്കപ്പ് ലുക്കിംഗ് പ്രിറ്റി റൈറ്റ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ അങ്ങനെ ജില്ലയ്ക്ക് നമ്മൾ ബ്രൈഡിനെ കൊണ്ട് നേരെ ഫോട്ടോഷൂട്ടിന്റെ ലൊക്കേഷനിലേക്ക് എത്തി. അങ്ങനെ ഓളും മോനെ ഫൈനൽ കണ്ടുമുട്ടി ഗൈസ്. അങ്ങനെ അവരെ രണ്ടാളെ അവിടെ ഇട്ടിട്ട് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വിട്ടു. ആൻഡ് ലൈഫ് വിത്ത് 2 MH നിങ്ങൾ കണ്ടോ. അങ്ങനെ വയനാട് പോയാലും സൺസെറ്റ് നമ്മൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് ചിന്നു നിക്കാഹ് കഴിഞ്ഞു ഗൈസ്. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ മെയിൻ കോഴ്സിലേക്കാണ്, ഫുഡ് കഴിക്കാനാണ്. അങ്ങനെ വലിച്ചു വരുന്നത് കഴിച്ചില്ലെങ്കിൽ ലൈറ്റ് ആയിട്ടൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചു ഗൈസ്. ചിന്നുവിന്റെ കല്യാണം കണ്ടപ്പോൾ എല്ലാവർക്കും കല്യാണം കഴിക്കാൻ മുട്ടി ഗൈസ്. ഇവിടെ ആ പെണ്ണിനെ വരെ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി. കല്യാണം കഴിക്കാൻ മുട്ടുണ്ടോ? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. അപ്പൊ ഗൈസ് നല്ല ഹൊറഫിക് ആംബിയൻസ് വെച്ച് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ചായവേല കയറി. ഞാൻ 2 ചായയും എല്ലാവരും 2 ചായയും 2 കടി വീതം നമ്മളെല്ലാം കഴിച്ച് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തി ഗൈസ്. ഒരു 6:30 ആവുമ്പോൾ ഞാൻ എന്നെ നാട്ടിലെത്തി, എന്നെ വീട്ടിലാക്കി, ഇവരെല്ലാവരും പോയി. അപ്പൊ ഗൈസ് ഇന്ന് അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞ് നിക്കാഹെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ബൈ.